ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയൻ സ്ക്വാഡ്. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് വ്യാഴാഴ്ച മെയിൻ്റനൻസിന് ശേഷം ഗെയിമൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആദ്യം ഇന്ന് വന്നേക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അത് കഴിഞ്ഞ് ചെറിയൊരു പാക്ക് ഓപ്പണിങ് കൂടെയാണ്. ഇന്നത്തെ പാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം ഇന്ന് സ്പെഷ്യൽ പ്ലെയറായിട്ട് വന്നേക്കുന്ന ഇന്ന് പാക്ക് ഒഫൻസീവ് ജീനിയസ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ടൈം പാക്ക് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഡിബ്രോയും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അലക്സാണ്ടർ ഇസാക്ക് വന്നിട്ടുണ്ട്, പിന്നെ മിറ്റോമയും വന്നിട്ടുണ്ട്. വിഷണറി പാസ്, ഫിനോമിനൽ ഫിനിഷിങ്, ആക്സലേഷൻ റെസ്റ്റ്, ഇതാണ് 3 പേർക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ലാത്തൊരു പാക്കാണ്. എന്നിരുന്നാലും ഷോർട്ട് ടൈം പാക്ക് ഞാൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാറില്ല. നമ്മളെപ്പോഴും കോയിൻ സേവ് ചെയ്ത് കറക്കുന്നതിന് പുറത്തായിട്ട് തോന്നുന്ന എപ്പിക് പാക്ക് തന്നെയാണ്. അപ്പോൾ ആരെങ്കിലും കറക്കിയിട്ടുണ്ടെങ്കിൽ പറയുക. പിന്നെ നോക്കുകയാണെങ്കിൽ ഇന്ന് UCL വന്നിട്ടുണ്ട്, ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലെയർ ഓഫ് ദി വീക്ക് വന്നിട്ടുണ്ട്, പിന്നെ നോർമലും വന്നിട്ടുണ്ട്, പിന്നെ ഇംഗ്ലീഷ് ലീഗ് ഒരു സെലക്ഷനും വന്നിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വൺ ഓഫ് ദ ബെസ്റ്റ് UCL പാക്കാണ്. നമുക്കറിയാം ഇപ്പോൾ ഓൾറെഡി ക്വാർട്ടർ സെമിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം കുറഞ്ഞ ടീമുകളുടെ ഉള്ളൂ, അതായത് ഒരു 2 പ്ലെയർ വെച്ച് ഓരോ ടീമിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പാക്കാണ്. അപ്പോൾ നിങ്ങൾ ആരെയാണ് സ്പിൻ ചെയ്ത് കിട്ടിയെന്നൊക്കെ പറയുക. അത് നമുക്ക് സ്പിൻ ചെയ്യുന്നതിന് നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ നോക്കാം. പിന്നെ വന്നേക്കുന്നത് ഒരു നോർമൽ സാധാ പോലെ. അതിൽ നോക്കുകയാണെങ്കിൽ ആർണോൾഡിൻ്റെ ഒരു 100 ഓവറോൾ പോകുന്ന കാർഡ് വന്നിട്ടുണ്ട്, പിന്നെ ട്രൊസാർഡ് ഉണ്ട്, മെയിനായിട്ട് പറയാം അതൊക്കെ. പിന്നെ വാട്കിൻസ് ഉണ്ട്, പിന്നെ ഡേഴ്സണും ഡാനിയോൽമൊയൊക്കെ ഉണ്ട്. ഞാനിത് ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. മറ്റേ പാക്ക് UCLൻ്റെ പാക്കാണ് ഒന്നുകൂടെ ബെറ്റർ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലീഗ് സെലക്ഷനായിട്ട് വന്നിട്ടുണ്ട് ഒരു പാക്ക്. അതിൽ 100 ഓവറോൾ പോകുന്ന ആലിസൺ ബക്കർ വന്നിട്ടുണ്ട്, അവനെ വാണ്ടിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട് 100 ഓവറോൾ പോകുന്നത്. ഇത് പ്ലേയിങ് സ്റ്റൈൽ ബിൽഡപ്പാണ്. നമുക്കറിയാം നമ്മുടെ ഗെയിമിൽ തന്നെ നല്ല സ്പീഡുള്ള ഒരു സെൻറ്റർ ബാക്കാണ്. പിന്നെ അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളുണ്ട്. പിന്നെ അത്യാവശ്യം ഡിഫൻസീവ് സ്റ്റാറ്റ്സ് എല്ലാം പോകുന്ന 100 ഓവറോൾ ആകുമ്പോൾ നല്ല ഒരു കാർഡായിരിക്കും. അപ്പോൾ അതിൽ സ്പിൻ ചെയ്യുന്നുണ്ട്, സ്പിൻ ചെയ്യുക. പിന്നെ നോക്കുകയാണെങ്കിൽ വന്നിരിക്കുന്നത് ഇത് ഇത്ര പാക്കും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഡെയിലി ഗെയിം. എന്നുവെച്ചാൽ ഡെയിലി ഗെയിമിൽ പുതിയതായിട്ട് 2 എപ്പിക് പ്ലെയേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം വരെ ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്ഡേറ്റിന് ശേഷം. ഇന്നിപ്പോൾ ഏതായാലും ഈ ആഴ്ച ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ ലാപ്പ് നിലവിലിപ്പോൾ എനിക്ക് ഇതിൽ ഇന്നിപ്പോൾ ആഡ് ചെയ്തേക്കുന്നതെന്ന് പറയാൻ 2 എപ്പിക് പ്ലെയർ, ഒന്ന് സെർജിനോയും പിന്നെ റിക്കി പൂജിൻ്റെ നമുക്കറിയാം ഓൾറെഡി ഇപ്പോൾ അംബാസഡറാണ്. നമ്മൾ ഡാറ്റാബേസ് കാർഡ് ആഡ് ചെയ്തിരുന്നു, പക്ഷേ അത് നമുക്ക് ഡെയിലി ഗെയിമിലാണ് വരുന്നത്. ബാഡ്സ്ലൈനിൽ കളിച്ചിരുന്ന വെർഷനാണ് വരുന്നത്, കറണ്ട് വെർഷനല്ല. 21 വയസ്സുള്ള ഓർക്കസ്ട്രേറ്ററാണ് പ്ലേയിങ് സ്റ്റൈൽ വരുന്നത്. അത്യാവശ്യം സ്റ്റാറ്റ്സ് ഉള്ള കാർഡാണ്. പിന്നെ ഫിനോമിനൽ പാസ് ആണെന്ന് തോന്നുന്നു, എക്സ്ട്രാ സ്കിൽസ് വരുന്നുണ്ട്, അത് ഫിനോമിനൽ പാസ് വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ സെർജിനോയുടെ നല്ലൊരു കാർഡാണ് വന്നേക്കുന്നത്. ഇത്തവണ വന്നേക്കുന്നത് 2 ഏജ് കാർഡല്ല, എന്നുവെച്ചാൽ നല്ല കാർഡാണ്. ഇല്ലെങ്കിൽ ഏജ് ആയവരെയായിരുന്നു സാധാരണ ഇതിൽ കൊണ്ട് തട്ടാറ്. ഏതായാലും ഇത്തവണ കൊണാമി അങ്ങനെ ചെയ്തിട്ടില്ല. ക്രോസ് സ്പെഷ്യലിസ്റ്റാണ്. പിന്നെ എഡ്ജഡ് ക്രോസിങ്ങും വരുന്നുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് നല്ലൊരു കാർഡാണ് ഇത് സെർജിനോയുടെ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ പറയുക, കളിപ്പിച്ച് നോക്കിയിട്ട്. പിന്നെ ആഡ് ചെയ്തേക്കുന്ന ഡേവിഡ് ഫർട്ടേഴ്സിൻ്റെ ഒരു ഫീച്ചേർഡ്, പിന്നെ അതുപോലെ ഗാപ്കോയുടെയും വന്നിട്ടുണ്ട് ഇതിൽ പുതുതായിട്ട്. അപ്പോൾ 4 കാർഡാണ് ആഡ് ചെയ്തേക്കുന്നത്, 2 ഫീച്ചർ കാർഡും 2 എപ്പിക് കാർഡും. അപ്പം അത്രേ ഉള്ളൂ ഇന്ന് വന്നേക്കുന്നത്. അതേതായാലും നന്നായി, നമുക്ക് നല്ല 2 പ്ലെയേഴ്സിനെയും കൂടെ അതിലേലും കൺഫേം ആയിട്ട് കിട്ടും. പക്ഷേ ഇപ്പോൾ ലാപ്പ് 71 വരെയും കണ്ട് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും, ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. എനിക്കിപ്പോൾ കാൻറ്റീന വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ കാൻറ്റീന എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഓരോരുത്തരുടെ ലക്ക് പോലെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ പാക്കും കാര്യങ്ങളൊക്കെ ഇത്ര വന്നേക്കുന്നത്. അതിൽ നമുക്ക് വൈകിപ്പിക്കാതെ നമുക്ക് പാക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ടാർഗറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം നമുക്ക് വേൾഡിൻ്റെ ഒരു ഫ്രീ ഉണ്ട്, അതേതായാലും നോക്കാം. ഇതിപ്പോൾ ആരെ കിട്ടിയാൽ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് അർണോൾഡ് ഓൾറെഡി എപ്പിക് ഉണ്ട്, അപ്പോൾ ആരാണെങ്കിലും കുഴപ്പമില്ല. ഏതായാലും നമുക്കൊന്ന് സ്പിൻ എടുക്കാം. നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക, ആരാ നോക്കാം. ഏതായാലും ഓക്കെ, വാട്കിൻസ് ആണ്. വാട്കിൻസ് എനിക്ക് ഓൾറെഡി ഒരു ഇതുണ്ട്, പ്ലെയർ ഓഫ് ദി വീക്ക് കിടപ്പുണ്ട്. എന്നിരുന്നാലും ഓക്കെ, ഫ്രീ ആയി കിട്ടിയതല്ലേ. ഓക്കെ, ഇനി ഈ പാക്ക് എന്തായാലും സ്പിൻ ചെയ്യുന്നില്ല. എനിക്ക് ഇതിൽ ടാർഗറ്റ് പറയുകയാണെങ്കിൽ എനിക്ക് മെയിൻ ടാർഗറ്റ്
യമാലിൻ്റെ ഒരു കാർഡ് ഞാൻ ഒരുപാട് സ്പിൻ ചെയ്തിട്ടുണ്ട്. ഇതുവരെ പ്ലെയർ ഓഫ് ദി വീക്ക് അല്ല, ഇത് ഹോൾ പ്ലെയർ ആണ് വരുന്നത്. പക്ഷേ ഒന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ യമാൽ ടാർഗറ്റാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ഡെക്ലാൻ റൈസിൻ്റെ കാർഡ് കിട്ടി. എനിക്കുണ്ട് 101 പോകുന്ന ഒരു പ്ലെയർ ഓഫ് ദി വീക്ക് കാർഡ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് 101 പോകുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അതിനേക്കാൾ ഒന്നും കൂടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡെക്ലാൻ റൈസിൻ്റെ ഇതുവരെ വന്ന കാർഡിൽ ബെസ്റ്റ് എന്ന് പറയാത്. ഡിഫൻസീവ് എബിലിറ്റീസ് ആണെങ്കിലും ഒഫൻസീവ് ആണെങ്കിലും സെറ്റ് പീസ് ടേക്കിംഗ് 100 പോകുന്നുണ്ട്. അടിപൊളി കാർഡാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഡിഫൻസീവ് എല്ലാം ഉണ്ട്. മാൻ മാർക്കിംഗ്, ഇന്റർസെപ്ഷൻ, ബ്ലോക്കർ, സ്ക്രീൻ ടാക്കിൾ, ഫൈറ്റിംഗ് സ്പിരിറ്റ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഉണ്ട്, ത്രൂ പാസിംഗ് ഉണ്ട്. ഓക്കെ, എല്ലാം കൊണ്ട് നല്ലൊരു കാർഡാണ് കിട്ടിയ. അപ്പോൾ ഇത് മെയിനായിട്ടുള്ളൂ ടാർഗറ്റായിട്ട്. പിന്നെ ആരെ കിട്ടിയാലും കുഴപ്പമില്ല, പവാഡിനെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് സ്പിൻ ചെയ്യാം. ആദ്യം ഫ്രീ ട്രൈ എടുക്കാം. നിങ്ങൾക്ക് ആരെ കിട്ടിയാൽ ഇതും നിങ്ങൾക്ക് കിട്ടിയതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നോക്കാം നമുക്ക്. ഇനിയിപ്പോൾ ആയാലും 300 കോയിൻ ഉണ്ടാകും കൂടെ വെച്ച്. റാഷ്ഫോർഡ് എനിക്ക് ഒട്ടും ആവശ്യമില്ലാത്ത പ്ലെയർ ആയിരുന്നു. എനിക്ക് എൻ്റെ കയ്യിൽ എപ്പിക് റാഷ്ഫോർഡ് കിടപ്പുണ്ട്, ഗോൾ പോസ്റ്റർ പഴയത്, ബിഗ് ടൈം. അതിപ്പോൾ യൂസ് ചെയ്യാറില്ല, എൻ്റെ പവർ തീരെ കുറച്ചു. ഓക്കെ, ഫ്രീ സ്പിന്നിൽ ഒന്നും കിട്ടിയില്ല. ലാസ്റ്റ് കിടന്ന പ്ലെയർ റാഷ്ഫോർഡാണെന്ന് തോന്നുന്നല്ലേ. സാധാരണ അങ്ങനെയാണ്, ആദ്യം നമുക്കതാ കിട്ടാറ്. ഏതായാലും 100 കോയിൻ്റെ സ്പിന്നെടുക്കാം. പൂത്തിരിയൊക്കെ കത്തുന്നുണ്ട്. നമുക്ക് നോക്കാം ഉള്ളിൽ ആരാണ്. ഓക്കെ, ഇറ്റാലിയൻ ലീഗ്. ഓക്കെ, പവാഡിന് എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ബിൽഡപ്പ് കാർഡാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് പവാഡിന് എനിക്ക് ഓൾറെഡി എൻ്റെ കയ്യിൽ ഡിഫൻസീവ് ഫുൾ ബാക്ക് ഉണ്ട്, മറ്റേ ബേയുടെ വെർഷൻ. അതേ അടക്കി കളിപ്പിക്കാണ്ട്. ഇത് അത്യാവശ്യം സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള കാർഡാണ്. നമുക്ക് നോക്കിയാൽ അറിയാം. ബിൽഡപ്പാണ്, റൈറ്റ് ബാക്കായിട്ട് യൂസ് ചെയ്യാം. ഹെഡിങ് ഉണ്ട്, ഡിഫൻസീവറായിട്ട് അഗ്രഷൻ കുറച്ച് കുറവാണ്. ബാക്കിയൊക്കെ സ്പീഡുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡാണ് ഫോം വരുന്നത്. അൺവെയറിങ് ആയിരുന്നു ഒന്നുകൂടെ നന്നായിരുന്നു. പിന്നെ എല്ലാ ഡിഫൻസീവ് എബിലിറ്റീസ് എല്ലാം ഉണ്ട്, സ്കിൽസും എല്ലാം ഉണ്ട്. ഓക്കെ, ഏതായാലും നമുക്ക് യമാലിന് എന്തായാലും കിട്ടുമോ എന്നറിയില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന കിട്ടാൻ വഴിയില്ല. അടുത്ത സ്പിൻ എടുക്കാം. അടുത്ത സ്പിൻ എടുത്തിട്ടുണ്ട്. ആരാണ് ഉള്ളിൽ നിന്ന് നോക്കാം. ഓഹോ, ഹക്കീമിയാണ്. ഹക്കീമിയുടെ 3 ഫീച്ചർ കാർഡങ്ങാണ്ടുണ്ട് ഓൾറെഡി എൻ്റെ കയ്യിൽ. ഓക്കെ, എന്നിരുന്നാലും കിടക്കട്ടെ. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ട്രൈ എടുത്തിട്ടുണ്ട്. കൊർട്ടയാണ്. നമുക്ക് ആവശ്യമില്ലാത്ത പ്ലേയേഴ്സിനെ എല്ലാം കിട്ടിയ കൊർട്ടയുടെ 101 ഓവറോൾ പോകുന്ന ഒരു കാർഡ് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച ആരെയും കിട്ടിയില്ല. എന്നിരുന്നാലും പോട്ടെ. അപ്പോൾ ഇന്നത്തെ പാക്ക് ഓപ്പണിങ് പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. കോയിനും കഴിഞ്ഞു, അത് ഓൾറെഡി ലിമിറ്റും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.